നമ്മൾ വിഷ്ണു പുരാണത്തിൽ പരിശോധിക്കുക വെച്ചാൽ അതിലൊരു ഭാഗം പറയുന്നുണ്ട്, ഭഗവതി മഹാലക്ഷ്മി സ്നാനം ചെയ്യുന്നത് ഭസ്മ തീർത്ഥത്തിലാണ് എന്ന് പറയുന്നു. ഭസ്മതീർത്ഥം വെച്ചാൽ ഭസ്മം കൊണ്ട് ലയിക്കപ്പെട്ട തീർത്ഥത്തിൽ ഭഗവതി നീരാടുന്ന കൊണ്ടാണ് ഭഗവതി മഹാലക്ഷ്മി ഇത്രയും സൗന്ദര്യത്തോടെയും ഐശ്വര്യത്തോടെയും നിലനിൽക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭഗവതി നീരാടുന്നത് കൊണ്ട്, ശ്രീ മഹാലക്ഷ്മി കുളിക്കുന്നതുകൊണ്ട് ഭസ്മത്തിന് തിരുനീര്, ഭസ്മജലത്തിനൊരു പേര് കൂടിയുണ്ട്, തിരുനീര് എന്നൊരർത്ഥം. അപ്പൊ തിരുനീര് വെച്ചാൽ ഭസ്മജലാണ്. ഭസ്മം തൊട്ട ജലത്തിന് പോലും അത്യന്തം വിശേഷമുണ്ട്, പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. അത് ധരിക്കുകൊണ്ടോ പൂർവജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. യാതൊരാപത്തും, ദേവീ ഭാഗവത്തിലൊക്കെ പറയുന്നുണ്ട്, യാതൊരുവൻ ഭസ്മം ധരിച്ചിരിക്കണോ, ഭസ്മരുദ്രാക്ഷധാരി ശിവപ്രതീകാണ് എന്നാണ് പറയുന്നത്. മഹാപാപിയാണെങ്കിലും ബ്രഹ്മഹത്യാപാപിയാണെങ്കിലും മാതൃഘാതകൻ പിതൃഘാതകൻ ജന്മാന്തരമായ ദുഷ്കൃതങ്ങൾ ചെയ്തവൻ പോലും ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിക്കുകയോ അവൻ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ പോലും മുക്തനാവുന്നതിൽ സംശയമില്ല. അവിടെയാണ് ഭസ്മധാരത്തിന് വലിയ പ്രാധാന്യം നമ്മൾ ധരിപ്പിച്ചത്. ഭസ്മം ധരിക്കാതെ ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊന്നും ഫലമില്ല അത്രേ. ഇപ്പൊ യാതൊരുവനാണോ, അത് ഗരുഡപുരാണത്തിന്റെ ഒരു വിവക്ഷയാണ്. യാതൊരുവൻ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവന്റെ ലലാടത്തിങ്കല് നെറ്റിത്തടത്തിങ്കൽ ഭസ്മം ധരിച്ചിട്ടില്ലയോ, ആ സൽക്കർമ്മത്തിന്റെ ഫലമൊക്കെ വിഫലമായി പോണമെന്നാണ് സങ്കല്പം. അപ്പൊ ചിദംബരത്തിന്റെ പ്രമാണം അനുസരിച്ച് ഈ തിരുച്ചാമ്പല് നമ്മുടെ ശരീരത്തിൽ പൂശുന്നതോടു കൂടിയിട്ട് യഥാർത്ഥത്തിൽ കേവലമായ മനുഷ്യൻ ബ്രഹ്മസ്വരൂപായ ശിവനിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ് സങ്കല്പം.